ഒന്നും പറഞ്ഞില്ല. ഓനെല്ലാം എല്ലായിടത്തും പോകുമ്പോ ഞാൻ വിളിക്കലുണ്ട്. ഇത് മാത്രം വിളിച്ചില്ല. നിങ്ങളും ഷഹബാസിന്റെ വീട്ടുകാരും തമ്മിലുള്ള ഒരു ബന്ധം ഒന്ന് പറയാൻ പറ്റുമോ? ഞാനിപ്പോ ഷഹബാസിന്റെ ഉമ്മ പറയുമ്പോ ഇഞ്ചമ്മ പോലെയാണ്. ഓക്കെ. ഞാൻ അവിടെ കൂടലും ഫുഡ് കഴിക്കാനും ഒക്കെ വെച്ചാല് അന്ന് പോയ ദിവസം പോയപ്പോ ഉമ്മയും വാപ്പയും കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് എന്തോ ഞാൻ ഫുള്ള് പൊട്ടിപ്പോയി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ ഷഹബാസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ ഞാൻ ഇന്നും ഷഹബാസിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എന്താ ചോദിച്ചാൽ ഞാൻ ഇന്നലെയാണ് മിനിഞ്ഞാണ് ഷഹബാസിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷഹബാസിൻ്റെ ഭാഗത്തും ചില തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരുപാട് പേര് നല്ല കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് ഇതായിട്ടുള്ള കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ആ ഒരു വോയിസിൻ്റെ പുറത്ത് കേട്ട ആ ഒരു കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ നേരിട്ട് കാണുക പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വേദന തന്നെയാണ്. ഒരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴുള്ള ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അടിക്കും പിടിക്കും ഒന്നും പോവരുത്, ആ ഒരു രീതിയിലാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മളാകുന്നതും ഇപ്പോൾ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കുക, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് നമ്മൾ സ്വയം ഇല്ലാതാവുന്നത്? അടി കൂത്ത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ കുട്ടികളൊന്ന് ആലോചിക്കുക, നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, നമ്മളെ മാത്രം കാത്തിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കുക. ആ ഒരു വേദന, ആ മാതാപിതാക്കളുടെ ആ വേദനൻ്റെ ആ ഒരു പുറത്താണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട്. അല്ലാതെ വേറെ ഒന്നും എനിക്ക് വേറെ ഒരു ഇതും ഉണ്ടായിട്ടല്ല. ആ കുഞ്ഞിന് സ്വർഗം കൊടുക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഈ ഒരു അവസരത്തിലും ദുആ ചെയ്യുന്നത്. എന്തായാലും ഈ പൊന്നുമോനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടായില്ല. ഷഹബാസിൻ്റെ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു പൊന്നുമോനാണ്. അവനാണ് എല്ലാവിടേക്കും പോകുമ്പോഴും എന്നെ വിളിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ മാത്രം ഷഹബാസ് എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ പൊട്ടിക്കരയുന്നുള്ള ആ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും ചങ്ക് പറിക്കുന്ന ആ ഒരു വേദനയോട് കൂടി ആ ഒരു വീഡിയോ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പൊന്നുമോൻ ഷഹബാസിന് വേണ്ടിയിട്ട് പാട്ട് പാടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും അവൻ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് അവൻ്റെ പാട്ടൊക്കെ ഒന്ന് കേൾക്കാട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. ശരിക്കും പറഞ്ഞാൽ പാട്ട് ഇപ്പോൾ പാടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോൾ എവിടെ പോവാണെങ്കിലും ബൈക്ക് വരെയൊക്കെ പോകുമ്പോൾ എപ്പോഴും ചോദിക്കും, ഓക്കെ, പാട്ടുപാടാണ്. അപ്പോൾ ഇപ്പം ഞാൻ പാട്ടുപാടി അവൻ കേൾക്കുള്ള രീതിയിൽ അങ്ങനെ പാടി. ഓക്കെ. ഈ ഷഹബാസ് എന്ന് പറഞ്ഞ വ്യക്തി പാട്ടിന് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു അല്ലേ? എപ്പോഴും നിങ്ങൾ ഒരുമിച്ചുണ്ടാകുമ്പോഴൊക്കെ ഒരുപാട് പാട്ട് പാടാൻ പറയൂ അല്ലേ? ഓക്കെ. ഞാൻ ഒരുപാട് ഫോട്ടോസ് കണ്ടു നിങ്ങൾ തമ്മിൽ. നിങ്ങൾ അത്രയും ആഴത്തിലുള്ള തിക് ഫ്രണ്ട്സ് ആയിരുന്നു? അതെ. എപ്പോഴും എവിടെ പോവാണെങ്കിലും എന്നെ വിളിക്കൂ. അന്ന് മാത്രമാണ് വിളിക്കാനാണ്. അന്ന് വിളിച്ചില്ല അല്ലേ? ഈ ഷഹബാസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമുക്കറിയാം അവന്റെ ചിരിക്കുന്ന മുഖം എല്ലാവരും ഇങ്ങനെ കണ്ടാവും, ഞങ്ങളൊക്കെ ഓർമ്മയിൽ ആ ചിരിക്കുന്ന മുഖം. അതല്ലാതെ സങ്കടപ്പെട്ട് നടക്കുന്ന ഒരു ഷഹബാസ് അങ്ങനെ വല്ലതും ഉണ്ടോ? അവന്റെ ലൈഫിൽ അവന് സങ്കടപ്പെട്ടതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്ത് സങ്കടം ഉണ്ടായാലും അവർ പുറത്ത് കാണിക്കാത്ത വ്യക്തിയാണ്. കാണിക്കൂല? ഞങ്ങളുടെ അടുത്തൊന്നും അങ്ങനെ കാണിക്കൂല. ഓക്കെ. ഒന്നും അങ്ങനെ കാണിക്കില്ല. ഓക്കെ. അപ്പോൾ നമ്മള് നിങ്ങളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞു നിൽക്കുന്നൊരു മുഖമാണ് ഇപ്പൊ നിങ്ങളത് കണ്ടത്. ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റമുണ്ട്, എങ്കിലും ആ സങ്കടം എപ്പോഴും മുഖത്തുണ്ട്. അപ്പോൾ ഉമ്മാനെ കൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു പഠനമൊക്കെ വളരെ ലോ ആയി, പഠിക്കാനൊന്നും കഴിയുന്നില്ല, അങ്ങനെ ആ ബുദ്ധിമുട്ടൊക്കെ നേരിട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ എന്താ തോന്നുന്നത്? എന്തോ ഉണ്ടായിരുന്നതിൽ ഈ എക്സാമും നോമ്പുകാലവും പെരുന്നാളെല്ലാം ഉഷാറായിരുന്നു. ഫോണില്ലാത്തൊരു ഉൾക്കൊള്ളാൻ പറ്റില്ല, അതാണ്. ഓക്കെ. ഷഹബാസ് ഇല്ലാത്തൊരു അല്ലേ മുന്നോട്ട് ഉൾക്കൊള്ളാൻ കഴിയും. അത് ശരിയാണ്. കൂടെ എപ്പോഴും ഒരുമിച്ച് നടന്നിട്ട് പെട്ടെന്ന് അവൻ ഇല്ലാതാകുമ്പോൾ ആ ഒരു ഇത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അവനും എന്താ പറയുക 10ാം ക്ലാസ്സാണ് ഇപ്പോൾ. ഇവനും 10ാം ക്ലാസ് പബ്ലിക് എക്സാം ആണ്. അപ്പോൾ അതിൽ പഠിത്തത്തിൽ ശ്രദ്ധിക്കാതിരുന്നാലും ആ ഭാവിയാണ് പോവുക. അപ്പോൾ അതാണ് ഉമ്മയും പറയുന്നത്, പഠിത്തത്തിലൊന്നും അവനക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവൻ ഒരുപാട് ലോ ആയി പോയി. ശരി, നമ്മുടെ നിഴൽ പോലെ കൂടെ നടന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരില്ല എന്നറിയുമ്പോഴുള്ള ആ ഒരു വേദന ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഭയങ്കര വേദനാജനകം തന്നെയാണ് അങ്ങനെയുള്ള ആ ഒരു ഇതൊക്കെ. അപ്പോൾ എന്തായാലും ഈ പൊന്നുമോനും ആ ക്ഷമിക്കാനുള്ള ഒരു ഇത് കൊടുക്കട്ടെ. എന്താ പറയുക, മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ കൂടെ നടന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഇല്ലാതായി. പിന്നെന്താ പറയുക, എല്ലാമായിട്ട് ഒന്നും ഇല്ലാതായി എന്നുള്ള ഒരു തോന്നൽ നമുക്ക് പെട്ടെന്നൊന്നും അത് വിശ്വസിക്കാൻ പോലും അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഈ മോൻക്കാണെങ്കിലും അതുപോലെ ആ മാതാപിതാക്കൾക്കാണെങ്കിലും. അപ്പോൾ എനിക്ക് ഈ മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ
എന്ത് ഒരു ഇതിന് പോകുമ്പോഴും മാതാപിതാക്കളുടെ മുഖം ഓർക്കുക, അവരെന്തിനാണ് നിങ്ങളെ വിടുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ ചെലുത്തുക. വെറും എത്ര ഈ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ അടി ബഹളം അത് ഇതെന്നൊക്കെ പറയുമ്പോൾ പേടിയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ. ഇങ്ങനെ ഓരോന്നും കാണുമ്പോൾ ഇപ്പോൾ ആ ആഫാൻ്റെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അവനും ചെറിയ പ്രായമാണ്, അതിലാണ് ആ ക്രിമിനൽ മൈൻഡിൽ ചെയ്തത്. പക്ഷേ ഇത് ഇവനെയാണ് ഇരിക്കുന്നത്. ഇവനും അങ്ങോട്ട് അടിക്കാൻ പോയിട്ടുണ്ട്, അവരിങ്ങോട്ടും അടിക്കാൻ വന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും എല്ലാവർക്കും ക്ഷമിക്കാനും സഹിക്കാനുള്ളൊരു ക്ഷമ കൊടുക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ അമ്മോൻ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഒരു ഇൻ്റർവ്യൂവിൽ അവർ വീട്ടിൽ പോയിട്ട് ചാനലിൻ്റെ പേര് ഓർമ്മയില്ല കേട്ടോ, യൂട്യൂബ് ചാനൽ അവരുടെ എന്തോ ഇതിന് വേണ്ടിയിട്ട് വീട്ടിൽ പോയി അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് പോലെ എടുക്കുന്ന ആ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ. ഏതാണെന്ന് എനിക്ക് പേര് പെട്ടെന്ന് മറന്നുപോയി. പെട്ടെന്ന് വീഡിയോ ചെയ്യുമ്പോൾ എനിക്കത് ഓർമ്മ വരുന്നില്ല കേട്ടോ. എന്തായാലും ബാക്കി ഭാഗങ്ങളോട് നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കാം. അപ്പം എന്നാലും ഇപ്പം നിലവിൽ ഷഹബാസ് ഇല്ലാത്ത വിഷമം ഉണ്ട് അല്ലേ? ഓക്കെ, എല്ലാം ശരിയാവും. കാരണം അതങ്ങനെയാണ് ജീവിതം. അപ്പം പഠനം കുറച്ച് ലോ ആയി നമ്മ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇനി അങ്ങനെ തന്നെ പോകാനാണ്, അതൊന്ന് ഉഷാറാക്കണ്ടേ? എക്സാം ഒക്കെ അല്ലേ വരുന്നത്, കഴിയേണ്ടത് ഏതായാലും കഴിഞ്ഞു, ലൈഫ് ഏതായാലും മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. ആ പരീക്ഷ ഇതൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ലോ ആയിട്ടാണ് നിൽക്കുന്നതെന്നാണ് പറയണത്. എന്തായാലും ഉമ്മയൊക്കെ പറഞ്ഞതാക്കിയിട്ട് ഇനി എന്തായാലും ഒരു ഇതല്ലേ ഉള്ളൂ. എന്തായാലും ജനിച്ച ഒരു മരണമുണ്ട് അല്ലേ? അപ്പോൾ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആ പൊന്നുമോൻ പാടിയ അവൻ ഷഹബാസിന് വേണ്ടി പാടിയ പാട്ടുണ്ട് കേട്ടോ, അതൊന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന്, നാവിട്ടലയ്ക്കുമ്പോൾ കൽവിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്. ഏതായാലും കേൾക്കുമ്പോൾ തന്നെ ഒരു സാഡ് ഫീലാണ്. അമ്മോൻ ചങ്ക് പൊട്ടിട്ട് തന്നെയാണല്ലേ പാടുന്നത്. എനിക്കും കണ്ണ് നിറഞ്ഞു. എന്താണെങ്കിലും ഷഹബാസ് എല്ലാം കേൾക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കാം. എന്താ പറയുക, പാറി പറക്കേണ്ട ആ ഒരു പ്രായം, ആ പ്രായത്തിലാണ് ആ മോൻ ഈ ലോകത്തുനിന്നോട് വിട പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ മോനെ ഇല്ലാതാക്കിയവർക്ക് തക്ക ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്കിപ്പോഴും ആ മോനെ ഇല്ലാതാക്കിയവർ അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭിക്കണം തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ ഇവനാണെങ്കിലും ഒരുപാട് അവനക്ക് വേണ്ടിയിട്ട് ചങ്ക് പൊട്ടി ഇതിലിപ്പോൾ കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞതുകൊണ്ട് ബേസ് വേൾഡ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിലാണ് കേട്ടോ അത് വന്നിരിക്കുന്നത്. എനിക്ക് നേരത്തെ ചാനലിൻ്റെ പേര് ഓർമ്മ വന്നില്ല, ഇപ്പോഴാണ് അത് ഓർമ്മ വന്നത്. അപ്പോൾ അതിലാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ അത്ര വരുന്നില്ല. എന്നിട്ടും അവൻ്റെ ഉള്ളിൽ ആ ചങ്ക് പൊട്ടുന്ന ആ രീതിയിലുള്ള ആ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. എന്തായാലും ആ ഷഹബാസ് ഇതെല്ലാം കേൾക്കുന്നുണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എല്ലാം പുറത്ത് എന്താ പറയുക, ഒന്നും പറയാൻ കിട്ടാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഈ ഒരു പാട്ടും കൂടെ കേട്ടപ്പോൾ എൻ്റെ മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയിപ്പോയി. ചങ്ക് പൊട്ടുന്ന രീതിയിൽ അവൻ്റെ അതിമനോഹരമായിട്ടാണ് ആ മോൻ പാടിയിരിക്കുന്നത്. എപ്പോഴും ഒരു തീരാ നോവായിട്ട് തന്നെ ഷഹബാസ് ആ പൊന്നുമോൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും. നമുക്കാണെങ്കിലും പെട്ടെന്നൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. ഏതൊരു ഇതാണ് ഇപ്പോൾ അർജുൻ നമ്മളെടുത്ത് വിട പറഞ്ഞു പോയി, എപ്പോഴും നമുക്ക് മറക്കാൻ കഴിയുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഷഹബാസ്, അതുപോലെ ഓരോരുത്തരും ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ നിന്ന് എത്ര ആളുകളില്ലേ, സൗമ്യ, അങ്ങനെയുള്ള എത്ര ആളുകൾ ഇങ്ങനെ മറ്റുള്ളവരുടെ ഇതുകൊണ്ട് കൈകൾ കൊണ്ട് ജീവിച്ച് കൊതി തീരാതെ പോയവർ എത്രയോ ആളുകളുണ്ട് ഇല്ലേ. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടിയ പേരുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ എത്ര പേരുകൾ എത്ര ആളുകളിലെ ഓരോ ന്യൂസിലും ഓരോ ദിവസം വരുന്നു. അപ്പോൾ ഇനിയൊന്നും ഇങ്ങനെ ഇല്ലാതിരിക്കട്ടെ, ഇനിയെങ്കിലും മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ആ പൊന്നുമോൻ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കേട്ടിട്ട് നമുക്ക് വീഡിയോ നിർത്താം, ഒന്ന് കേട്ട് നോക്കൂ. എന്തോ കരഞ്ഞു പാടുമ്പോൾ അതൊന്നും അതിൻ്റെ ഒരു ഇതിലേക്ക് വന്നത്. ഓക്കെ, ആരടിക്കൊരു കരഞ്ഞിട്ട് തന്നെയാണ് പാടിയത്. അതെ, ഷാഖർജി പാടിയതാരും കാണാത്തതുകൊണ്ട് അല്ലേ, വോയിസ് മാത്രമേ ഞങ്ങൾ കേട്ടുള്ളൂ. പിന്നെ അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അല്ലേ. പക്ഷെ ഇപ്പോൾ ശരിക്കും ഞങ്ങൾക്കത് മനസ്സിലായി.
ആ പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും വരികളും അല്ലേ കറക്റ്റായിട്ട് നമുക്ക് ഒരു ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ ആരൊക്കെയുണ്ട് വീട്ടിൽ? ഉമ്മയുണ്ട്, ഉണ്ട്, പിന്നെ രണ്ടനിയത്തി. അനിയത്തിമാരൊക്കെ പഠിക്കുകയാണ്? അനിയത്തിമാര് ഒരാള് 8ല്, ഒരാള് 5. ഈ രണ്ടുപേരുടെയും പുന്നാരാങ്ങളെയാണല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ നിന്നാൽ പോരാ, അവർക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ പോലും നല്ലപോലെ ഉയർന്നു നിൽക്കേണ്ട ആളാണ്. ഇത്ര ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നാലും പുതിയ പുതിയ കൂട്ടുകാരൊക്കെ വരും. പുതിയ കൂട്ടുകാരുമ്പോൾ വല്ലാതിരാവില്ലല്ലോ. അത് ശരിയാണ്. എന്തായാലും എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഉഷാറായിട്ട് പോവാം, അതാണ് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ അൻസഫേ, ഞാനൊരു വാർത്ത കേട്ടു. അതായത് വാർത്ത കണ്ടതാണ്. അതായത് ഷഹബാസ് ഇടയ്ക്കൊക്കെ നിന്നോട് ഇങ്ങനെ എവിടെയും പോകുമ്പോൾ പാട്ട് പാടാൻ വേണ്ടി പറയും. അപ്പോൾ നീ അതൊക്കെ വളരെ തമാശയിൽ തള്ളിക്കളയും. എന്നിട്ടിപ്പം അവൻ പോയതിന് ശേഷം നീ ഒരു പാട്ട് പാടി, ഇത് കേൾക്കാൻ അവനുണ്ടാവുമോ എന്നാണ് അതിൽ ചോദിക്കുന്ന ചോദ്യം. ശരിക്കും എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? അത് ഓൻ ചോദിക്കുമ്പോൾ ഒക്കെ പാടി കൊടുക്കുന്നുണ്ട്. ഉണ്ട്. ഇപ്പം ഞാൻ ആ വരികളിൽ ഉദ്ദേശിച്ചാൽ ഞാൻ അപ്പം പാടുമ്പോൾ കേൾക്കാനില്ലല്ലോ എന്നുള്ള രീതിയിലാണ്. അവനക്ക് കേൾക്കുള്ള രീതിയിൽ പാടിയത്. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ കുറേ കമൻറ്റുകൾ വരാണ്ട്, അവനുള്ളപ്പം ചെയ്തില്ല, അവൻ പോയപ്പം ചെയ്തിരുന്നു. ഞാൻ വേറെ അക്കൗണ്ടായിരുന്നു, അത് ബാനായി. അതിലാണ് ഫുള്ള് ഫോട്ടോ ഉണ്ട്, കുറേ ഫോട്ടോ ഉണ്ട്. പാട്ട് പാടിയതൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? പാട്ട് പാടിയതും ഞങ്ങളിരുന്ന് എവിടെയൊക്കെ പോകുന്നതും അപ്ഡേറ്റുകൾ ഇങ്ങനെ കൊടുക്കുന്നത് ഒരുമിച്ചുള്ള ഫോട്ടോകളൊക്കെ അക്കൗണ്ട് പോയോണ്ട് ഇപ്പൊ എല്ലാം ഞാൻ ഇടുമ്പോ എല്ലാം വിചാരിക്കുന്നു ഞാൻ അവനെ വെച്ച് റീച്ച് ഉണ്ടാക്കാണ്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഞാനിപ്പോ ഈ പാട്ട് റീച്ച് ആണെന്ന് വെച്ചാൽ പാടിയതല്ല. അല്ല, ഇത് അങ്ങനെ സന്ദർഭത്തിൽ പാടിയതല്ലോ, ജസ്റ്റ് ഒരു ഫോണിൽ പാടിയതല്ലേ. അപ്പൊ ഞാൻ അതിന് വേണ്ടി ചെയ്യല്ല. കുറെ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. ഓനും പോയ രീതിയിൽ റീച്ച് ആണോ ഇത് കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും അത് ഫേക്കാണ് വാർത്ത അല്ലേ? പക്കാ ഫേക്കാണ്. ഓക്കെ, പിന്നെ നിങ്ങളും ഷഹബാസിന്റെ വീട്ടുകാരും തമ്മിലുള്ള ഒരു ബന്ധം ഒന്ന് പറയാൻ പറ്റുമോ? ഞാനിപ്പോ ഷഹബാസിന്റെ ഉമ്മ പറയുമ്പോ ഇഞ്ചമ്മ പോലെയാണ്. ഓക്കെ, ഞാൻ അവിടെ കൂടലും ഫുഡ് കഴിക്കാനും ഒക്കെ വെച്ചാല് അന്ന് പോയ ദിവസം പോയപ്പോ ഉമ്മയും വാപ്പയും കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് എന്തോ ഞാൻ ഫുള്ള് പൊട്ടിപ്പോയി. എന്താ ചെയ്യണ്ടല്ല എനിക്കൊന്നും പറയാം. അപ്പോൾ ആ പൊന്നുമോൻ എപ്പോഴും ഷഹബാസിന് വേണ്ടിയിട്ട് പാട്ട് പാടി കൊടുക്കാറുണ്ട് എന്നാണ് പറയണത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത് പാടിയ സമയത്ത് ആളുകൾ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ എന്താണ് ജീവിച്ചിരുന്നപ്പോഴില്ല, മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇത്. ജീവിച്ചിരുന്നപ്പോൾ ഇവരെ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ, മരിച്ചു ഇപ്പോൾ ഇന്നൊരാൾ പോയി എന്ന് പറയുമ്പോഴാണല്ലോ നമ്മൾ ഈ വ്യക്തികളെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയുന്നത്. അപ്പോഴാണ് ആളുകൾ ഇതിലോട്ട് വരുന്നത്. അപ്പോൾ അറിയാതെയാണ് ആളുകൾ ഓരോന്നും പറയുന്നത്. റീച്ചിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്താണ് ഇങ്ങനെ വന്ന് പാടുന്നത്, നേരത്തെ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് പിന്നെ എന്തും പറയാലോ, കാര്യങ്ങൾ അറിഞ്ഞിട്ടല്ലല്ലോ ആരും ഒന്നിനോടും പ്രതികരിക്കുന്നത്. എന്ത് കണ്ടാലും അതിനെതിരെ കുറ്റം പറയാനും കുറവുകൾ പറയാനും 100 ആളുകളുണ്ടാവും. എന്തായാലും ആ പൊന്നുമോന് നീതി ലഭിക്കട്ടെ, എന്താണ് ആ പൊന്നുമോനെ ഇല്ലാതാക്കിയവർക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും പ്രായത്തിൻ്റെ ഒരു പരിമിതി ഒന്നും നോക്കാതെ ആ നാരദമാർക്ക് എന്തായാലും അർഹമായ ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എത്ര പണമുള്ളവരാണെങ്കിലും പണമില്ലാത്തവരാണെങ്കിലും നീതി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അല്ലെങ്കിൽ പണമുള്ളവർക്ക് ഒരു നീതി, പണം ഇല്ലാത്തവർക്ക് ഒരു നീതി, അങ്ങനെ ആവരുത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങളും പ്രാർത്ഥിക്കുക, ഷഹബാസിൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.